ഈ സമൂഹം പിളരുമെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നാൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വിഭാഗം വന്നോ? അല്ല വരേണ്ടതുള്ളൂ? അല്ല കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി എപ്പോ വരാനാ? ഇനി എപ്പോ വരാനാ? ഇസ്രാഫീൽ ഊതാനായില്ലേ? ഇനി വരാനുണ്ടോ? എന്തെങ്കിലും സംഭവിക്കാൻ ബാക്കിയുണ്ടോ? ദജ്ജാലും വന്ന് കഴിഞ്ഞോന്ന് സംശയ അല്ലെ? ഖിയാമത്ത് നാളിലെ ലക്ഷണങ്ങളൊക്കെ വന്നു തുടങ്ങിയില്ലേ? ഇനി എപ്പോഴാ പൊട്ടിക്കീറല്? എന്നാൽ ശൈഖ് ജീലാനി തങ്ങൾ ഹിജ്റ 470 ജനിച്ചിട്ട് 560 വഫാത്തായ 5ാം നൂറ്റാണ്ടുകാരൻ മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ കുഞ്ഞത്തു താലിബിന്റെ 85ാമത്തെ പേജിൽ പറയുന്നത് കേൾക്കൂ നിങ്ങൾ. 5ാം നൂറ്റാണ്ടിൽ തന്നെ 72 വിഭാഗം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയതായിട്ടൊന്നും വരാനില്ല. ഈടി വെക്കുന്ന മുത്താലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്. 73 വിഭാഗത്തിന്റെ പേര് ഇവിടെ പറയാം. എല്ലാം വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാം. ഫാസിലു 73 ഫിർഖ, 73 വിഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിത്തറ 10 ആദ്യ 10 ഉണ്ടായി. ഈ 10ൽപ്പെട്ട ഓരോന്നും പൊട്ടിയിട്ട് പിന്നെ 73 അപ്പൊ ആകെ പൊട്ടിയത് എത്ര? 10. ആ 10ൽപ്പെട്ട ഓരോന്നും പൊട്ടി. എത്ര പൊട്ടി? അഹ്ലുസുന്ന. ഞാനൊന്ന് അത് വായിക്കുകയാണ്. ഏതാ 10? 1 അഹ്ലുസുന്ന, 2 ഖവാരിജ്, 3 കുഞ്ഞത്തു താലിബിന്റെ 75ാം പേജിൽ കാണാം. ഇത് കുമ്പളെന്ന് വാങ്ങിയ കിതാബാണ്. ഗൾഫിന്റെ പ്രസ് പേജ് നമ്പർ വ്യത്യാസം ഉണ്ടാവും. ഇത് കുമ്പള പ്രസ്സാണ്. പേജ് നമ്പർ ചിലപ്പോൾ നാളെ കിട്ടാണ്ടിരിക്കും. അത് കണ്ടിട്ടാന്ന് പറയാൻ നിൽക്കണ്ട. ഞാൻ റഹ്മാൻ എന്ന് പറഞ്ഞ കിതാബാണ്. അപ്പോ 1 അഹ്ലുസുന്ന, 2 ഖവാരിജ്, 3 ശിഅ, 4 മുഅ്തസില, 5 മുർജിഅ, 6 മുശബ്ബിഹ, 7 ജഹ്മിയ, 8 ളിറാരിയ, 9 നജാരിയ, 10 കിലാബിയ. അങ്ങനെ 10 വിഭാഗം. എന്നാൽ ഈ 10 പൊട്ടിയത് നിങ്ങൾ നോക്കൂ. എത്ര പൊട്ടി? ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ പറയാ, അഹ്ലുസുന്ന 1 അഹ്ലുസുന്നയാണ്. അത് വാഹിദത്തുൻ, ഒന്നേ ഉള്ളൂ. അഹ്ലുസുന്ന ഒന്നേ ഉള്ളൂ. അതാ ബാഫക്കി തങ്ങൾ നേരത്തെ പറഞ്ഞത്. അഹ്ലുസുന്ന ഒന്നേ ഉള്ളൂ അല്ലേ? ഇത് ഞാൻ ഇങ്ങനെ കിതാബില് കണ്ടപ്പോ എനിക്കൊരു ഡൗട്ടാണ്. അഹ്ലുസുന്നന് 2 ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടില് അല്ലെ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ 2 കാണുന്നുണ്ടല്ലോ. അങ്ങനെ ആകെ ബേജാറായി. അപ്പൊ സക്കരിയ സലാഹിന്റെ മറുപടി ക്ലിപ്പ് എന്റെ ലാപ്ടോപ്പിലുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പല സ്ഥലത്തും അത് ക്ലിപ്പിട്ട് കാണിച്ചതാണ്. എന്താ സക്കരിയ സലാഹി പറയാ? ഓ കൂട്ടരെ, നമ്മൾ 8ഉം 10ഉം ആയിട്ട് പൊട്ടിയില്ലേ? നമ്മൾ 8ഉം 10ഉം ആയിട്ട് പൊട്ടി. അപ്പൊ നിങ്ങൾ പറയും അഹ്ലുസുന്ന പൊട്ടിയിട്ടില്ലേ? അഹ്ലുസുന്ന ഈ KAP 2ആയിട്ട് പൊട്ടിയിട്ടില്ലേ? എന്നാൽ നിങ്ങൾ കേൾക്കണോ, അവർ ഞങ്ങളെ പോലെ പൊട്ടിയവരല്ല. അവര് എന്തോ സംഘടനാ തർക്കം മാത്ര. ആശയത്തിൽ അവർ 1, ഞങ്ങൾ 10ഉം 10 ആശയക്കാരാ. സക്കരിയ സലാഹിന്റെ മറുപടിയാണ്. അതുകൊണ്ട് അഹ്ലുസുന്ന 1 എന്ന് ശൈഖ് ജീലാനി തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനതിന് മറുപടി പറയേണ്ടതില്ല. അത് സക്കരിയ സലാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്ന 1. പിന്നെ 2ാമത്തത് ഏതാണ്? 2ാമത്തത് ഖവാരിജ്. ഖവാരിജ് എത്ര? ഖവാരിജ് ഒന്ന് എണ്ണിക്കൊള്ളട്ടെ, 1 കിട്ടുന്ന നോക്കാം. അഹ്ലുസുന്ന 1. ഖവാരിജ് 15 ഫിർഖ, 15 ഖവാരിജ്. മുഅ്തസില 6 ഫിറഖ്, മുഅ്തസില 6 പിന്നെ മുർജിയത്ത് 12. മുർജിയത്ത് 12. ശിഅ 32. ഷിയാക്കള് 32 വിഭാഗം ഷിയാക്കള്. ജഹ്മിയ, നജാരിയ, ളിറാരിയ, കിലാബിയ എല്ലാം ഓരോന്ന് മാത്രം. ഈ പറഞ്ഞ 4 ഓരോന്ന്. മുശബ്ബിഹ 3 സലാസി ഫിർഖ്. അങ്ങനെ ഷിയ 32, ഖവാരിജ് 15, മുഅ്തസില 6, മുർജിയ 12, മുശബ്ബിഹ 3, ബാക്കി 4 ഓരോന്ന്. എല്ലാം കൂട്ടുമ്പോ 73 വിഭാഗം വന്നു കഴിഞ്ഞിട്ടുണ്ട്. 73 വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആരാ പറയുന്നേ? 5ാം നൂറ്റാണ്ടുകാരനായ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. എന്നാൽ
ഞാനിപ്പോൾ ഇവിടെ വായിച്ചു. ഈ വായിച്ച കൂട്ടത്തില് ആരെല്ലാം ഉണ്ട്? ഷിയ ഉണ്ട്, ഖവാരിജ് ഉണ്ട്, മുഅ്തസില ഉണ്ട്, പിന്നെ മുർജിയ ഉണ്ട്, മുശബ്ബിയ, ജഹ്മിയ, നിരാരിയ, നജാരി, ഇങ്ങനെ കുറെ ഉണ്ട്. ഈ കൂട്ടത്തിലൊന്നും നമ്മളെ നാട്ടിലുള്ള വഹാബിയ കാണുന്നില്ല. 73 വിഭാഗം, അത് 5-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു. ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയാ. പക്ഷേ ഈ 73ന്റെ അഡ്രസ് അടക്കം മഹാനവർ വിശദീകരിക്കുന്നുണ്ട്. ഇനി ഈ കിതാബ് കയ്യിലില്ലെങ്കിൽ ബഹുമാനപ്പെട്ട അസീസ് സഖാഫി ഉസ്താദിന്റെ ദുററുൽ ഫവായിദ് എന്ന് പറയുന്ന ശറഉൽ അഖായിദിന്റെ വ്യാഖ്യാനം, അതിലും ഈ പറഞ്ഞ വിഭാഗത്തെ മുഴുവനും ഉസ്താദ് അവர்கள் എടുത്തു പറഞ്ഞതായി കാണാം. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നിങ്ങൾ നോക്കൂ, 73 വിഭാഗം വന്നു കഴിഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിലൊന്നും നമ്മുടെ കേരളത്തിൽ കാണുന്ന വഹാബിയന്റെ പേര് അതിൽ ഇല്ല. എന്നാൽ പിന്നെ വഹാബിയ അത് ഏതാ സാധനം? നമ്മുടെ നാട്ടിലുള്ള വഹാബിയ ഏതാ സാധനം? സാധനത്തെ പറ്റി ബഹുമാനപ്പെട്ട അല്ലാമ സാവി റളിയല്ലാഹു അൻഹു, സാവിന്റെ വണ്ടിയിലുണ്ട്, സാവിയുടെ മൂന്നാം ബാല്യത്തില് കുമ്പളെ കുറിച്ച് കേട്ടോ, ദുബൈന്റെതല്ല, കുമ്പളെന്ന് വാങ്ങിയ സാവിയില്, അതില് മൂന്നാം ബാല്യത്തില് 288 പേജില് സൂറത്തു ഫാത്തിറിന്റെ 8-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫാത്തിർ അതിന്റെ 8-ാമത്തെ ആയത്ത് ഏതാണ്? അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന എന്ന സൂറത്തു ഫാത്തിറിന്റെ 8-ാമത്തെ ആയത്ത്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ സാവി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. ആദിഹിൽ ആയ, അഫമൻ സുയ്യിന ലഹു എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്ത് നസലത്ത്, അത് ഇറങ്ങിയത് ഫിൽ ഖവാരിജി, ഖവാരിജികളെ സംബന്ധിച്ചാണ്. അല്ലദീന, ആരാണ് ഖവാരിജികൾ? നേരത്തെ പറഞ്ഞ അലിയാർ തങ്ങളുടെ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട വിഭാഗം, അതിനെക്കുറിച്ച് അള്ളാഹു മുൻകൂട്ടി പറഞ്ഞതാണ്. അഫമൻ സുയ്യിന ലഹു സൂഉ അമലി എന്ന ആയത്ത്. ആ ഖവാരിജികൾ ആരാണ്? യുഹർരിഫൂന തഅ്വീലൽ കിതാബി വസുന്ന, ഖുർആനും ആയത്തും അട്ടിമറിച്ചു ഖവാരിജികൾ. വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീന വഅംവാലിഹിം, മുസ്ലിമീങ്ങളെ മുതൽ കൊള്ളയടിക്കാം, മുസ്ലിമീങ്ങളെ കൊല്ലണം, മുസ്ലിങ്ങളെ മുതൽ കൊല്ലടിക്കണം എന്നൊക്കെ ഖുർആൻ ഹദീസ് കൊണ്ട് അട്ടിമറിച്ച് വാദിച്ച കൂട്ടരാണ് ഖവാരിജികൾ. എന്നാൽ കമാ ഹുവ മുശാഹതുൻ അൽ ആന, ഇപ്പോൾ ആ ഖവാരിജികൾക്കുള്ള അതേ ലേബലിൽ മറ്റൊരു കൂട്ടരെ നമ്മളെ നാട്ടിൽ കാണുന്നുണ്ട്. അല്ലാമ സാവി പറയാ, പണ്ടത്തെ ഖവാരിജികളുടെ അതേ ലേവലിൽ ഇപ്പോൾ ഒരു കൂട്ടരെ കാണുന്നുണ്ട്. ഓഹും ഫിർഖത്തും മിൻ അഹ്ലിൽ ഹിജാസി, അവര് സൗദിയുടെ തലസ്ഥാനമായ ഹിജാസിൽ നിന്ന് പുറപ്പെട്ട കൂട്ടരാണ്. യുഖാലു ലഹുമുൽ വഹാബിയൂന, അവരെ ഇപ്പത്തെ പേരാണ് വഹാബികൾ. അപ്പൊ പണ്ടത്തെ ഖവാരിജികളും ഇപ്പത്തെ വഹാബികളും രണ്ടും ഒന്ന് തന്നെയാണെന്ന് ഞാനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഇമാമുന സാവി തങ്ങൾ അഫമൻ സുയ്യിന ലഹു സൂഉ അമലി എന്ന ആയത്തിന്റെ തഫ്സീരിൽ സാവി 3-ാം വാല്യം 288-ാമത്തെ പേജിൽ എഴുതി വെച്ചത് കാണാം. അപ്പൊ എന്തായി?